തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ കേസെടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ലാൽകൃഷ്ണൻ? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തൊടുപുഴ കോടതി പി.സി. ജോർജിനെതിരെ വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കണം എന്ന നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ജൂൺ 25-ാം തീയതി ആണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട തൊടുപുഴയിൽ HRDS സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയത്. അത് വളരെ വിവാദമാവുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി.സി. ജോർജ് നടത്തിയ പരാമർശം എന്ന് പറയുന്നത്, ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്ന സമയത്ത് ഈരാറ്റുപേട്ടയിൽ ഒരു വിഭാഗം മുസ്ലിമുകൾ ഇന്ത്യയുടെ വിക്കറ്റ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ചെയ്യുന്നവരാണ്. പുതിയൊരു തലമുറ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ തന്നെ മറ്റ് ഇതര മതസ്ഥരെ ഈ രാജ്യത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കില്ലാത്ത ആൾക്കാരാണ്. ഇതെല്ലാം മുസ്ലിം സമുദായം പരിശോധിക്കണം എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ വാക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴ പോലീസിൽ നിരവധി പരാതികൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അനീഷ് കാട്ടാക്കട കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ ഇതിൽ നിയമോപദേശം നൽകുകയും പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ കേസെടുക്കാം, സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും വിഭാഗീയത ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നീ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കാം എന്ന റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസോട് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടത്. പോലീസ് നിലവിലെടുത്തിരിക്കുന്ന കേസ് തന്നെ ഈ വിവരങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രശ്നത്തിലൂടെ സമൂഹത്തിലെ വിവിധ മതങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്താനും ചേരിതിരിവുണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം നടത്തിയെന്നുള്ളതാണ്. കേസ് ഒന്നാം പ്രതിയാണ് പി.സി. ജോർജ്. രണ്ടാം പ്രതിയായിട്ട് HRDSന്റെ സെക്രട്ടറി ആയിട്ടുള്ള അജി കൃഷ്ണയെയും ചേർത്തിട്ടുണ്ട്. ശരി, ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.